നമസ്കാരം. പ്രധാന വാർത്തകൾ. വെള്ളരിക്കുണ്ടും മഞ്ചേശ്വരത്തും എക്സൈസ് റേഞ്ച് ഓഫീസുകൾ സ്ഥാപിക്കണമെന്ന് നീലേശ്വരത്ത് നടന്ന എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാസർകോട്ട് കസബാത്തോട് സംരക്ഷണത്തിനായി അടുക്കത്തുപയൽ UP സ്കൂൾ വിദ്യാർത്ഥികൾ. ദേശീയപാതയിൽ മൂലക്കണ്ടത്ത് വീണ്ടും ടാങ്കർ ലോറി മറിഞ്ഞു, വൻ അപകടം ഒഴിവായി. ചിത്താരിപ്പുഴയുടെ പ്രധാന കൈത്തോടായ പുല്ലൂർ തോടിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് നടന്നു. വെള്ളരിക്കുണ്ട്, മഞ്ചേശ്വരം എന്നിവിടങ്ങളിൽ പുതിയ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ സ്ഥാപിക്കണമെന്ന് കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നീലേശ്വരത്ത് വെച്ച് നടന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഇടപെടുന്നത് പോലീസുകാരാണെന്ന് സമൂഹത്തിന് തോന്നിപ്പോയാൽ അത്തരം തോന്നലുകൾ കുറച്ചുകൂടി വരാനുള്ള ഇടപെടലും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. നമ്മൾ അടുത്തേക്ക് വരുന്ന പരാതികൾ മാത്രം ശ്രദ്ധിക്കുന്നതിന് പകരം നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുന്ന ഏതെങ്കിലും വിധത്തിൽ അറിയാവുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ എന്നോട് കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പോയി റെയ്ഡ് ചെയ്ത് പിടിക്കുമ്പോഴേക്കും ആ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ തോന്നില്ല. കാരണം എന്താ, വളരെ പാവപ്പെട്ടവർ, ഇതുകൊണ്ട് നിത്യകൊണ്ട് കഴിയുന്നവരായിരിക്കും, അവർക്ക് പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയാത്തവരായിരിക്കും. അതായത് രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾ വീട്ടിലുണ്ടാവും. അതുപോലെ തന്നെ പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്ത പിഞ്ചു കുട്ടികളായിരിക്കും ഉണ്ടാവുക. ഉപജീവനത്തിനുള്ള ഒരേ ഒരു മാർഗമായിരിക്കും ഇത്. ചെയ്യുന്നവരാ പോയി അവിടുത്തെ ഉപകരണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ തന്നെ തച്ചുടച്ച് കേസ് രജിസ്റ്റർ ചെയ്യാതെ അല്ലെങ്കിൽ ചെയ്യപ്പെടാതെ ഒഴിവാക്കി വരുമ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അവർ സാധനങ്ങൾ വാങ്ങി പഴയപടി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ സഹായിക്കുന്നത് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇത് സമൂഹത്തിന് ദോഷകരമാണ് എന്ന കാര്യം അവരെ ബോധിപ്പിച്ചുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും വീണ്ടും അവർ അത്തരത്തിലേക്ക് തുടങ്ങുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കുടുംബശ്രീകളൊക്കെ തന്നെ പരാതികൾ നിങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുണ്ടാവും, നമ്മൾ കേൾക്കുന്നത്. നിങ്ങളെ കുറിച്ച് ഒരുപാട് പരാതികൾ അവർ പറയാറുണ്ട്. നമ്മൾ ഇവിടുന്ന് വിളിച്ചു പോയി തിരിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ അതിനേക്കാൾ സ്പീഡിൽ അവർ കാര്യങ്ങൾ അറിയുന്നുണ്ട്, അവർ റെയ്ഡ് ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ ഇവർ വരുമ്പോഴേക്കും കാര്യങ്ങൾ മാറ്റുന്നുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പരാതികൾ നമ്മൾ ഒരുപാട് കേൾക്കേണ്ടി വരുന്നുണ്ട്. അതൊരു പരിധി വരെ മോശമായ രീതിയിലേക്ക് നിങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ സത്യസന്ധമായി നമ്മൾ കാര്യങ്ങൾ നിർവഹിച്ച് ഒരു പരിധി വരെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഈ കൃത്യങ്ങൾക്കൊക്കെ തന്നെ ഇടം കൊടുക്കാത്ത രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്ന ഒരു 90% ആളുകൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തന്നെ വിശ്വാസം. ആ രീതിയിലേക്ക് വന്നുകൊണ്ട് ഈ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ വിജിലന്റ് ആയിക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനും അതിലൊക്കെ തന്നെ വളരെയേറെ സന്തോഷിക്കുന്ന കൂട്ടത്തിലാണ്. ജില്ലാ പ്രസിഡന്റ് ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K കൃഷ്ണൻ, VV സുരേന്ദ്രൻ, PA രവീന്ദ്രനാഥ്, P സജികുമാർ, KP ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. M അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ഒരാൾക്ക് കൈവശം വെക്കാവുന്ന വിദേശ മദ്യത്തിന്റെ അളവ് 1.5 ലിറ്ററായി നിജപ്പെടുത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. K രാജു പ്രസിഡന്റും സെക്രട്ടറിയായി MG രഘുനാഥിനെയും തെരഞ്ഞെടുത്തു. കസബാത്തോട് സംരക്ഷണത്തിനായി അടുക്കത്തുപയൽ UP സ്കൂൾ വിദ്യാർത്ഥികൾ പുഴ സംരക്ഷണ റാലി നടത്തി. സ്കൂളിന് അരികെ ഒഴുകുന്ന കസബാത്തോട് മലിനമാക്കരുത് എന്ന ആവശ്യവുമായി കാസർഗോഡ് അടുക്കത്തുപയൽ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ പുഴ സംരക്ഷണ റാലി ശ്രദ്ധേയമായി. പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, കണ്ടൽക്കാടുകൾ വെട്ടുന്നത് നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്ലക്കാർഡിൽ എഴുതിയാണ് 120-ലധികം വരുന്ന വിദ്യാർത്ഥികൾ റാലി നടത്തിയത്. ഈ കടപ്പുറം പ്രദേശത്തെ കൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്. അത് മാലിന്യങ്ങൾ നിറഞ്ഞ് കൂമ്പാരമായിട്ട് കിടക്കുകയാണ്. അത് കണ്ടാൽ ഇങ്ങനെ അട്ടയും പുഴുവും ചീഞ്ഞരിഞ്ഞ് നാറിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. മാലിന്യങ്ങൾ ഈ കടപ്പുറത്തെ മുഴുവനും കൊണ്ടുപോയി അവിടെ ഇട്ടിട്ട്. അപ്പോൾ അതിനെ ഒന്ന് ജനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ അവരെ ഒന്ന് ബോധവൽക്കരിച്ചിട്ട് ആ പുഴയൊന്ന് ക്ലീൻ ചെയ്ത് ശരിയാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ റാലിയുടെ ഉദ്ദേശം. പുഴ ഇപ്പോൾ ആ പുഴയിൽ എന്തൊരു മണം വരുന്നുണ്ട്. അവിടെ അതുവഴി ആരും പോകാറില്ല അധികം. അവിടെ അതുകൊണ്ട് പുഴയെ മലിനമാക്കരുത്. തുടർന്ന് കോർമ്പ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ ആൽമരച്ചോട്ടിൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ തെരുവ് നാടകവും അവതരിപ്പിച്ചു.
ക്ലാസ്സിൽ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിനായി തയ്യാറാക്കിയ സ്കിറ്റാണ് കുരുന്നുകൾ അവതരിപ്പിച്ചത്. മഴു വലിച്ചെറിയൂ എന്നതാണ് നാടകത്തിൻ്റെ പേര്. പാതയോരത്തെ തണൽമരങ്ങൾ കോടാലി വീഴുന്നതിലെ ദുഃഖമാണ് കുട്ടികൾ നാടകത്തിൽ പ്രമേയമാക്കിയത്. ഞങ്ങൾ ഈ നാടകം ചെയ്ത് തന്നെ ഈ വർഷത്തെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരിതായിട്ടാണ്. എല്ലാവർക്കും പരിസ്ഥിതിയെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടകം ചെയ്തിരിക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഈ മരം വെട്ടുമ്പോഴൊക്കെ നമുക്ക് കുറേ ഓക്സിജൻസാണ് നഷ്ടപ്പെടുന്നത്. അതുമൂലം നമുക്കിവിടെ ജീവിക്കാനും പറ്റില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം തന്നെ ഓക്സിജനാണ്. അത് എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നത് മരം വെട്ടുകയൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളായ ഋഷി, അപർണ, കീർത്തി, നിധിൻ, അഭയൻ, വിനേഷ്, ഷാരൂൺ, വിസ്മയ തുടങ്ങി 18 കുട്ടികൾ നാടകത്തിൽ കഥാപാത്രങ്ങളായി. ഇംഗ്ലീഷ് അധ്യാപിക ജി രജനി നാടകത്തിന് നിർദ്ദേശം നൽകി. മംഗളൂരു പാലക്കാട് ഇന്റർസിറ്റി എക്സ്പ്രസിന് കാഞ്ഞങ്ങാട്ട് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് കാഞ്ഞങ്ങാട് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. KC ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുമായ K മാധവൻ ഫൗണ്ടേഷൻ പ്രസിഡന്റായി E ചന്ദ്രശേഖരൻ MLAയും ജനറൽ സെക്രട്ടറിയായി K രാധാകൃഷ്ണൻ നായരെയും പ്രഥമ ജനറൽ ബോർഡ് യോഗം തെരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് P സ്മാരക ഹാളിൽ നടന്ന യോഗം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. K പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഒരു ഇടവേള. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോ നാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. ദേശീയപാതയിൽ മൂലക്കണ്ടത്ത് ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു. വൻ അപകടം ഒഴിവായി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. വെള്ളിക്കോത്ത് മൂലക്കണ്ണർ റോഡ് ജംഗ്ഷനിലാണ് അപകടം നടന്നത്. മധുരയിൽ നിന്നും മംഗലാപുരം MRPയിലേക്ക് ഗ്യാസ് നിറയ്ക്കാൻ പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ലോറിക്ക് കുറുകെ വെള്ളിക്കോത്ത് റോഡിൽ നിന്നും വന്ന റിക്ഷയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ടാങ്കർ അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയോരത്ത് കൂട്ടിയിരുന്ന മണൽത്തിട്ടയിൽ ഇടിച്ചാണ് ലോറി മറിഞ്ഞത്. ലോറി ഡ്രൈവർ തൃശ്ശിനാപ്പള്ളി സ്വദേശി ബാലകുമാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഇന്ത്യൻ ഗ്യാസ് കമ്പനിയുടേതാണ് ലോറി. ജില്ലാ ചൈൽഡ് ലൈനും SBIയും സംയുക്തമായി നിർധന വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വിതരണം ചെയ്തു. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 വിദ്യാർത്ഥികൾക്കാണ് യൂണിഫോം നൽകിയത്. തസ്ലീമ, നഗരസഭാ ചെയർമാൻ TE അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ചൈൽഡ് ലൈൻ ഡയറക്ടർ അബ്ദുൾ റഹിമാൻ അധ്യക്ഷത വഹിച്ചു. SBI ബ്രാഞ്ച് മാനേജർ ഇന്ദു പാർവതി മുഖ്യപ്രഭാഷണം നടത്തി. നീലേശ്വരം നഗരസഭാ കാര്യാലയത്തിലേക്ക് NREG തൊഴിലാളികൾ മാർച്ച് നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയിലെ 100-ലധികം തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തു. ആ രൂപത്തിലുള്ള സമരമുഖം 100 ദിവസമാണ്. ഒരു വീട്ടിൽ 3 ആള് ചിലപ്പോൾ തൊഴിലെടുക്കാൻ 100 ദിവസത്തെ തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണം.
അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ, ഒരുപാട് അപാകതകൾ ഇതിനകത്തുണ്ട്. അതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ചില ശ്രമങ്ങൾ ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ രൂപത്തിലുണ്ടാവണം. അങ്ങനെ തുടർന്ന് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണാ സമരം നടത്തി. CPM നീലേശ്വരം ഏരിയ സെക്രട്ടറി കരുവാക്കൽ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. മുഴുവൻ ആളുകൾക്കും ക്ഷേമനിധി ഏർപ്പെടുത്തണം, അതിന്റെ ആനുകൂല്യങ്ങൾ കൃത്യമായ രൂപത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇതൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ NRGയുടെ നിയമം, ആ നിയമം കൃത്യമായ രൂപത്തിൽ പാലിക്കാൻ വേണ്ടി പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാവണം. അതുകൊണ്ടാണ് എല്ലാ പഞ്ചായത്തിനകത്തേക്കും മുനിസിപ്പാലിറ്റിക്കകത്തേക്കും ഈ മാർച്ച് സംഘടിപ്പിച്ച്. മാർച്ച് വെറുതെ വന്നിട്ട് ഇവിടുന്ന് പ്രസംഗിച്ചു പോകാനല്ല. ഇന്ന് ഈ ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ കയ്യിലും കടലാസുണ്ട്. ആ കടലാസ് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ മുമ്പിൽ കൊടുക്കും. ഞങ്ങൾ തൊഴിൽ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കടലാസാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ആ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ കടലാസ് കൊടുത്തു കഴിഞ്ഞാൽ തൊഴിലെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കടലാസ് കൊടുത്താൽ 15 ദിവസത്തിനുള്ളിൽ അവർക്ക് തൊഴിൽ കൊടുത്തിരിക്കണം. 15 ദിവസം കൊണ്ട് തൊഴിൽ കൊടുക്കുന്നില്ലെങ്കിൽ 16ാമത്തെ ദിവസം മുതൽ തൊഴിലില്ലായ്മ വേതനം എത്തിക്കണം. തൊഴിലില്ലായ്മ വേതനം എത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർമ്മിച്ചോളണം, ഈ ഫണ്ടെടുത്ത് തൊഴിലില്ലായ്മ വേതനം കൊടുക്കാൻ വേണ്ടി കഴിയുന്നില്ല, ധാരണ വേണ്ട. നിയമപ്രകാരം അത് ആരാണോ കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആള് അവരുടെ ശമ്പളത്തിൽ നിന്ന് കൊടുക്കണമെന്നാണ് നിയമത്തിലുള്ളത്. അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ടേ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത്. പഞ്ചായത്തിനകത്തൊക്കെ തന്നെ ഉത്തരവാദപ്പെട്ട ആൾ, ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടാക്കി കൊടുത്തുകൊള്ളണമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തുന്നത്. PM സന്ധ്യ അധ്യക്ഷത വഹിച്ചു. KV ദാമോദരൻ സ്വാഗതം പറഞ്ഞു. തൊഴിലുറപ്പ് തൊഴിലാളി ധർണയ്ക്ക് MV വാസന്തി, PV കുഞ്ഞിക്കണ്ണൻ, രാധ, ഗിരിജ, അജിത, ചോയമ്പു എന്നിവർ നേതൃത്വം നൽകി. പുല്ലൂർ തോടിന്റെ കരകെട്ടൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. സിറ്റി ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ചിത്താരിപ്പുഴയുടെ പ്രധാന കൈത്തോടായ പുല്ലൂർ തോടിന്റെ കരകെട്ടൽ പ്രവൃത്തി പുല്ലൂരിൽ അവസാന ഘട്ടത്തിൽ. പുല്ലൂർ പാലത്തിന്റെ കിഴക്ക് ഭാഗത്തായി 240 മീറ്റർ നീളത്തിലാണ് തോടിന്റെ ഇരുഭാഗങ്ങളിലുമായി കരകെട്ടി സംരക്ഷിക്കുന്നത്. ഒരു മാസം മുമ്പ് തുടങ്ങിയ പ്രവൃത്തി ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. പുല്ലൂർ ഗ്രാമത്തിന്റെ കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ തോട് വർഷങ്ങളായി പല പ്രദേശങ്ങളിലും കര ഇടിഞ്ഞ് കിടക്കുകയായിരുന്നു. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് നേരിട്ടാണ് കരകെട്ടൽ പ്രവൃത്തി നടത്തുന്നത്. തോട് ആഴം കൂട്ടി മണ്ണ് നീക്കം ചെയ്താണ് ഇരു കരകളും കെട്ടി ഉയർത്തുന്നത്. വർഷങ്ങളായി വർഷകാലത്ത് മണ്ണ് കുത്തിയൊലിച്ചു വന്ന് തോട് ആഴം കുറഞ്ഞ അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് തോട് കരകവിഞ്ഞ് കൃഷി നശിക്കുന്നതിനും കുടുംബങ്ങൾ കുടിയൊഴിയുന്നതിനും ഇടയാക്കിയിരുന്നു. ഇവിടെ കരകെട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ മാച്ചിപ്പുറത്തെ നിരവധി കുടുംബങ്ങൾക്ക് വെള്ളപ്പൊക്ക ഭീഷണിയിൽ നിന്നും മുക്തമാകാം. സർക്കാർ സീഡ് ഫാമിലെ കൃഷിനാശം ചെറുക്കുന്നതിനും ഇത് സഹായകമാകും. പുല്ലൂർ പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും കരകെട്ടൽ പ്രവൃത്തി നടത്തണമെന്ന് ആവശ്യം ശക്തമായിട്ടുണ്ട്. പുല്ലൂർ പെരിയയിൽ സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നാടൻ കലാഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. മംഗലംകളി, ഉടുക്കുപാട്ട്, പാണർപ്പാട്ട്, നാട്ടിപ്പാട്ട്, പുള്ളുവൻപാട്ട് തുടങ്ങിയ നാടോടി കലാരൂപങ്ങളുടെ പഠനവും സംരക്ഷണവുമാണ് നാടൻ കലാഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങളിൽ നടക്കുന്നത്. ICDS സൂപ്പർവൈസർ ഹാജരാക്കിയ ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും നിലവിലുള്ള പദ്ധതി പ്രകാരം നിശ്ചിത അളവിൽ സൗജന്യ റേഷൻ ഈ മാസം മുതൽ ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളരിക്കുണ്ടും മഞ്ചേശ്വരത്തും എക്സൈസ് റേഞ്ച് ഓഫീസുകൾ സ്ഥാപിക്കണമെന്ന് നീലേശ്വരത്ത് നടന്ന എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാസർകോട്ട് കസബാത്തോട് സംരക്ഷണത്തിനായി അടുക്കത്തുപയൽ UP സ്കൂൾ വിദ്യാർത്ഥികൾ. ദേശീയപാതയിൽ മൂലക്കണ്ടത്ത് വീണ്ടും ടാങ്കർ ലോറി മറിഞ്ഞു, വൻ അപകടം ഒഴിവായി. ചിത്താരിപ്പുഴയുടെ പ്രധാന കൈത്തോടായ പുല്ലൂർ തോടിന്റെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.